തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി എംപിക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. തിരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളുകയായിരുന്നു. സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തിരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി എംപിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഹർജി നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി അറിയിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി മതചിഹ്നങ്ങളും മതവികാരവും ഇളക്കിവിട്ട് വോട്ട് പിടിച്ചു. അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാർക്ക് മൊബൈൽ ഫോൺ വാഗ്ദാനം ചെയ്യുക, ചികിത്സ വാഗ്ദാനം ചെയ്യുക, അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി വിജയിച്ചു എന്ന് CPI നേതാവ് ഹൈക്കോടതി അറിയിച്ചിരുന്നു. അദ്ദേഹം ഒരു ഹർജിയുമായി മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയിലെത്തിയിരുന്നു. അദ്ദേഹം ആ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത് ഇത്തരത്തിലാണ്: ഈ മതവികാരങ്ങൾ ഇളക്കിവിട്ട സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നായിരുന്നു അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിനെതിരെയായിരുന്നു സുരേഷ് ഗോപി രംഗത്ത് വന്നത്. ഒരു ഉപഹർജി അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്ത് തെറ്റുകളില്ലാത്തതിനാൽ ഈ കേസ് പിൻവലിക്കണമെന്നായിരുന്നു ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ ഹർജിയിലാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ കണ്ടെത്തൽ ഈ കേസുമായി മുന്നോട്ട് പോകണം, സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ എന്തായാലും അദ്ദേഹം ഉദ്ദേശിച്ച CPI നേതാവ് ഉദ്ദേശിച്ച രീതിയിലേക്കാണ് ഇപ്പോൾ കോടതിയും നീങ്ങുന്നത്. ഈ കേസിൽ വിചാരണ നേടണം. തെളിവുകൾ അദ്ദേഹം കൃത്യമായി അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ബിനോയ് എന്ന് പറയുന്ന ഒരു CPI നേതാവായിരുന്നു അന്ന്. ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ചിത്രങ്ങളും എല്ലാം കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ, കൗറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കൃത്യമായി തന്നെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപഹർജിയാണ് ഇപ്പോൾ നിലവിൽ തള്ളിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. സുരേഷ് ഗോപി എംപിക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു. തൃശൂരിലെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എംപിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി അറിയിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി കോടതി തള്ളുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് KG ആണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിന്റെ ലോക്സഭയിലെ അവതരണം